എന്ത് സർവേ, ഏത് സർവേ, എവിടുത്തെ സർവേ? പിന്നെ എന്ത് സർവേ, ഏത് സർവേ, എവിടുത്തെ സർവേ? നമ്മൾ എത്രയോ സർവേകൾ കണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പുണ്ടായ കാലം മുതൽ ഇവിടെ സർവേകളുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് സർവേ ഉണ്ട്, തിരഞ്ഞെടുപ്പിന് ശേഷം സർവേ ഉണ്ട്. പലരും സർവേ നടത്തും, അവർ ഫലമൊക്കെ അങ്ങ് പ്രഖ്യാപിക്കും. പക്ഷേ പലപ്പോഴും ഈ സർവേ ഫലങ്ങളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ജനവിധികൾ വന്നിട്ടുള്ള എത്രയോ അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ സർവേകളെന്നൊക്കെ പറയുന്നത് അത് ഒരു എൻ്റർടൈൻമെൻറ്റിന് കൊള്ളാം, ഈ ചാനലുകളുടെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും അതുപോലെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ കണ്ട് രസിക്കാനും കൊള്ളാം എന്നുള്ളതിനപ്പുറം ഈ സർവേയിലൊന്നും ഒരു കാര്യമില്ല. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വരുന്ന ഈ സർവേകളിൽ പിന്നെ ഇടതുപക്ഷം ജയിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. UDF ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുമെന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇനി BJP മുന്നണി NDA മുന്നണി വിജയിക്കുമെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. സർവേയിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പേരിങ്ങനെ സർവേ നടത്തുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഏതെങ്കിലും ചില സർവേകളും യഥാർത്ഥ ഫലങ്ങളും തമ്മിൽ ചിലപ്പം ഒരുപോലെയൊക്കെ ഇരിക്കും, ഏതാണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കും. അല്ല, അത് സർവേയുടെ മഹാത്മ്യം കൊണ്ടൊന്നുമല്ല, അത് യാദൃശ്യമായിട്ട് സംഭവിക്കുന്നതാണ്. നാലാമത്തെ ആവട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. ഇപ്പോൾ ആദ്യം ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടെ വന്ന സർവേകൾ മിക്കവാറും എല്ലാം LDFന് അനുകൂലമായിട്ടുള്ള സർവേ ഫലങ്ങളായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വരുന്ന സർവേ ഫലങ്ങളെല്ലാം UDFന് അനുകൂലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ വ്യക്തമാവും ഈ സർവേയുടെയൊക്കെ പൊള്ളത്തരം എന്ന് പറയുന്നത് മനസ്സിലാവും. ഒരു റാൻഡം സർവേയിലൂടെയൊന്നും അങ്ങനെയൊന്നും ഒരു തിരഞ്ഞെടുപ്പ് ഫലമൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കൊള്ളാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഇതൊക്കെ കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇവിടെ LDF വിജയിക്കുമെന്ന് പറയുന്ന ചില സർവേ ഫലങ്ങളും UDF ജയിക്കുമെന്ന് പറയുന്ന ചില സർവേ ഫലങ്ങളുമൊക്കെ BJPക്ക് ആരൊക്കെ 14 മുതൽ 15 സീറ്റ് വരെയൊക്കെ ഇവിടെ പ്രവചിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് തന്നെ ഈ സർവേയുടെ പൊള്ളത്തരം മനസ്സിലാക്കാൻ പറ്റും. BJPക്ക് അത്രത്തോളം സീറ്റ് പിടിക്കാവുന്ന അവസ്ഥയിലൊന്നും കേരളം എത്തിയിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ LDFൻ്റെ മിടുക്കോ UDFൻ്റെ മിടുക്കോ അല്ലെങ്കിൽ BJPയുടെ ദൗർബല്യമോ ഒന്നുമല്ല. അത് ഇവിടുത്തെ ജനസംഖ്യാ ഘടനയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനസംഖ്യാ ഘടനയാണ് ഇവിടെ ഉള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെയൊന്നുമല്ല. തെക്കൻ കേരളത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇടകലർന്ന് ജീവിക്കുന്നു, ക്രിസ്ത്യാനികളും കുറച്ചുണ്ട്, അത്രത്തോളം ഇല്ലെങ്കിലും. അത് കഴിഞ്ഞ് മധ്യ തിരുവിതാംകൂറിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടകലർന്ന് ജീവിക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനികൾക്ക് കുറച്ച് മെജോറിറ്റിയുമുണ്ട്. അത് കഴിഞ്ഞ് മലബാറിൽ ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിം മെജോറിറ്റിയാണ്. അവിടെയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇടകലർന്നാണ് ജീവിക്കുന്നത്. ഇവിടുത്തെ ഒരു ജനസംഖ്യാ ഘടന ഇതിനെ അത്ര എളുപ്പത്തിൽ BJPക്ക് മറികടക്കാൻ സാധിക്കില്ല. നിങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തിരഞ്ഞെടുപ്പാകട്ടെ, BJP ജയിക്കുന്ന ആ വാർഡുകളുടെ അല്ലെങ്കിൽ മണ്ഡലങ്ങളുടെ ഒക്കെ ജനസംഖ്യാ ഘടന എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് BJP നന്നായിട്ട് വോട്ട് നേടിയിട്ടുള്ള, ഇപ്പോൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള, 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 3ാം സ്ഥാനത്താണെങ്കിലും നല്ല വോട്ട് ഷെയർ നേടിയിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്ര വേഗം അത്രയും സീറ്റുകളൊന്നും പിടിക്കാൻ കഴിയുകയില്ല. ഒരു 10 സീറ്റ് വരെയൊക്കെ പ്രവചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. അത് ഞാൻ BJPക്കാരെ ദൗർബല്യത്തെപ്പറ്റി പറയാനൊന്നും അല്ല പിന്നെ അത് പറയുന്നത്. BJP മുൻകാലത്തേക്കാൾ വളർന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. മുമ്പ് അവർക്കുള്ളതിനേക്കാൾ വോട്ട് ഷെയറുകൾ അവർക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം കേരളത്തിൽ അങ്ങനെ ഒരു വലിയ നിർണായക ശക്തിയായി മാറാനൊന്നുമുള്ള ഒരു സാഹചര്യം ഇനിയും സംജാതമായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ കുറച്ച് മണ്ഡലങ്ങളിൽ ഒരു ത്രികോണ മത്സരം സൃഷ്ടിക്കുവാനും ചില മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുവാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ LDFൻ്റെയും UDFൻ്റെയും ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ BJPയുടെ വോട്ടുകൾക്ക് വലിയ പങ്കുണ്ട്. കാരണം ചില മണ്ഡലങ്ങളിൽ കൂടുതലും അത് പിന്നെ UDFനെയാണ് പ്രതികൂലമായിട്ട് ബാധിക്കാറുള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ LDFനെയും പുതിയ കാലത്ത് LDFനെയും ചില മണ്ഡലങ്ങളിൽ BJP കുറച്ച് വോട്ട് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് LDFൻ്റെ വിജയത്തെ അത് പരാജയത്തേക്ക് അത് സ്വാധീനിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം BJP സ്ഥാനാർത്ഥിയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളിൽ ഒന്നുകിൽ അത് കാരണമായി LDF തോക്കും,
അതല്ലെങ്കിൽ അത് കാരണമായി UDF തോക്കും. അപ്പോൾ അങ്ങനെ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുവാനുള്ള ശക്തി ഇന്ന് BJP ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യമാണ്. അത് മുൻകാലങ്ങളിലുമുണ്ട്. ഇത്രയൊന്നും അവർ വളരാത്ത കാലത്ത് പോലും BJPക്ക് ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മുൻകാലത്ത് UDFന് പ്രതികൂലമായിട്ടായിരുന്നു BJPയുടെ വോട്ടുകൾ ബാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ LDFനെയും ബാധിക്കാവുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സർവേകളൊന്നും യാതൊരു കാര്യമല്ല. ഒരു സർവേകളെയും വിശ്വാസത്തിൽ എടുക്കുന്നതും ഇല്ല.